അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ മുൽതജിഅൻ അലാ ബത്നിഹി. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഒരാളെ കണ്ടു, മുൽതജിഅൻ അലാ ബത്നിഹി, വയറിൻ്റെ മേലായിട്ട് അയാൾ കമിഴ്ന്ന് കിടക്കുന്ന ഒരാളെ നബിതങ്ങൾ കണ്ടു. ഫഖാല, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് പറഞ്ഞു, ഇന്ന ഹാദിഹി ലിജ്അത്തുൻ ലാ യുഹിബ്ബുഹല്ലാഹ്. അള്ളാഹ്ക്കിഷ്ടമില്ലാത്ത കിടത്തമാണ് ഈ കിടത്തം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് പറഞ്ഞു. ഈ ഹദീസ് വിശദീകരിച്ചിടത്ത് മുല്ല അലിയിൽക്കാരി പറഞ്ഞു കാണാം, ഒരു ഹദീസിലുണ്ട്, ഇന്നഹാ ലിജ്അത്തുൻ യുബ്ഗിളുഹല്ലാഹ്, അള്ളാഹുവിനിക്ക് ദേഷ്യമുള്ള കിടത്തമാണ് ഈ കമിഴ്ന്ന് കിടക്കൽ. വഫീ ഹദീസിൻ, മറ്റൊരു ഹദീസിലുണ്ട്, ഇന്നമാ ഹിയ ലജ്അത്തു അഹ്ലിന്നാർ, നരകത്തിലെ ആൾക്കാർ കിടക്കുന്ന കിടത്തമാണ് കമിഴ്ന്ന് കിടക്കൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് മറ്റ് ഹദീസിലും കാണാം. അപ്പോൾ ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കമിഴ്ന്ന് കിടക്കുന്നത് ഒരിക്കലും ശരിയല്ല. അത് നരകത്തിൻ്റെ ആൾക്കാരുടെ കിടത്തമാണ് എന്നും അള്ളാഹുവിൻ്റെ കോപമുണ്ടാകുന്ന നിലക്കുള്ള കിടത്തമാണ് ആ കിടത്തമെന്നെല്ലാം നബിതങ്ങൾ നമ്മെ ഭയപ്പെടുത്തി അറിയിച്ചിട്ടുള്ള ഒരു കിടത്തമാണ് കമിഴ്ന്ന് കിടക്കൽ. കിടക്കേണ്ടതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഉറങ്ങാൻ കിടക്കുമ്പോഴും മറ്റുമൊക്കെ കിടക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഇമാമുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുമുണ്ട്. ഇമാം ഗസാലി തങ്ങൾ അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന കിതാബിലെല്ലാം പറഞ്ഞു കാണാം, ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ ആദാബിൽ മര്യാദയിൽപ്പെട്ടതാണ് ഖിബിലക്ക് മുന്നിട്ട് കൊണ്ട് കിടക്കൽ. ഖിബിലക്ക് മുന്നിട്ട് കിടക്കുന്നതിന് രണ്ട് രൂപമുണ്ട് എന്ന് ഇമാം ഗസാലി തങ്ങൾ ഇഹ്യാ എന്ന കിതാബിൽ പറഞ്ഞു കാണാം. ഒരു രൂപം എന്താണ്? വലതുഭാഗത്തിൻ്റെ മേൽ ചരിഞ്ഞു കിടക്കുക, തല വടക്ക് ഭാഗത്തും കാല് തെക്ക് ഭാഗത്തുമാകട്ട് വലതുഭാഗത്തിൻ്റെ മേൽ ചരിഞ്ഞു കിടക്കുക. ഇതാണ് ഉറങ്ങാൻ കിടക്കുന്നിടത്ത് സുന്നത്തായ രൂപം. മറ്റൊരു രൂപം ഖിബിലക്ക് മുന്നിട്ടാണ് കിടക്കേണ്ടത് എന്ന് ഉറക്കത്തിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ്. ആ ഖിബിലക്ക് മുന്നിടുന്ന രണ്ട് രൂപമുണ്ട്. ഒരു രൂപമാണിത് പറഞ്ഞത്. രണ്ടാമത്തെ രൂപം ഇമാം ഗസാലി തങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിൽ പറഞ്ഞത്, എന്ത് ചെയ്യുക, തല കിഴക്കും കാല് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആക്കി എന്ത് ചെയ്യുക, മലർന്ന് കിടക്കുക. തലയുടെ ഭാഗത്തൊരു തലയണയൊക്കെ വെച്ച് എന്ത് ചെയ്യുക, അപ്പോഴാണല്ലോ ഖിബിലയിലേക്ക് മുന്നിടുക. അവൻ്റെ തലയും അവൻ്റെ കാലിൻ്റെ ഉൾഭാഗവും കാൽപാദത്തിൻ്റെ ഉൾഭാഗവും ഖിബിലയിലേക്ക് എന്ത് ചെയ്യുക, നേരിടുന്ന നിലക്കായിട്ട് മലർന്നു കിടക്കുക, തല കിഴക്കും കാല് പടിഞ്ഞാറ് ഭാഗത്തുമായിട്ട്. ഏതുപോലെ മരിച്ച ഒരാളെ നമ്മൾ കിടത്തുന്നത് പോലെ. ഈ രണ്ട് രൂപമാണ് ഖിബിലക്ക് മുന്നിട്ട് കിടക്കുന്നതിൻ്റെ രൂപമെന്ന് ഇമാം ഗസാലി തങ്ങളെല്ലാം പറഞ്ഞു കാണാം. അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ അല്ലാതെയുമൊക്കെ കിടക്കുമ്പോഴുള്ള മര്യാദ ഇങ്ങനെ ഖിബിലക്ക് മുന്നിട്ട് കിടക്കലാണ്. പിന്നെ എന്തല്ല, കിടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഹബീബായ നബിതങ്ങൾ അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങുന്ന കിടത്തമാണ് നമ്മൾ കമിഴ്ന്ന് കിടക്കുക. നമ്മുടെ നെഞ്ചും അതേപോലെ തന്നെ മുഖവും എല്ലാം ഭൂമിയുടെ മേലായിട്ട് നാം കിടക്കുന്നതിൻ്റെ എന്ത് ചെയ്യുക, താഴ്ഭാഗത്തുമേൽ കാക്കി നാം എന്ത് ചെയ്യുക, ഇങ്ങനെ കമിഴ്ന്ന് കിടക്കൽ. അത് അള്ളാഹുവിനിക്ക് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങുന്ന കിടത്തമാണ് എന്നാണ് ഈ ഹദീസ് നമുക്ക് നൽകിയ സന്ദേശം. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.